ഒത്തിരി നാളായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്ന ആ വഴികളിലൂടെയൊക്കെ വീണ്ടും ഒന്ന് നടക്കാൻ. ഇന്ന് ആര്യനെയും കൂടെ കൂട്ടാമെന്ന് കരുതി ഞാനും അമ്മയും ആര്യനും കൂടിയിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. ഇത് നമ്മുടെ പുതുമംഗലം ദേവീക്ഷേത്രത്തിൽ നിന്നും ചെല്ലാങ്കോടേക്ക് പോകുന്ന വഴിയാണേ. മുന്നെയൊക്കെ നമ്മളെല്ലാവരും കാൽനടയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ വരമ്പിൽ കൂടിയിട്ടായിരുന്നു ക്രോസ് ചെയ്ത് നമ്മൾ കയറിയിരുന്നത് ആ വഴിയിലേക്ക്, റോഡിലേക്കൊക്കെ. പക്ഷേ ഇപ്പോൾ അധികം ആരും യൂസ് ചെയ്യുന്നില്ല ഈ വഴിയെ. അതുകൊണ്ടാണ് ഇങ്ങനെ കാടൊക്കെ പിടിച്ച് വഴിയൊക്കെ ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് നമ്മൾ നടന്ന് നടന്ന് ആ വഴിയൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ കാലൊക്കെ പതിഞ്ഞ് അവിടെയുള്ള കുറേ കാടും ഒക്കെ മാറി സ്ഥിരം നടക്കുന്ന വഴികളായിരുന്നില്ലേ. രണ്ട് സൈഡിലും കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളാണ് ഇത്. ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമായിരുന്നു മുൻകാലങ്ങൾ തൊട്ടേ. ഇപ്പോഴും ആ കൃഷിയൊന്നും അന്യം നിന്നിട്ടില്ല. ഒത്തിരി കൃഷിയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഏകദേശം 12 വർഷക്കാലം ഞാൻ നടന്നു തീർത്ത വഴികളാണിത്. എന്ന് വെച്ചാൽ കുഞ്ഞുനാളിൽ 1-ാം ക്ലാസ്സിൽ വിദ്യാലയത്തിൻ്റെ പടിമുറ്റത്ത് എത്തിയപ്പം മുതൽ ഏകദേശം 12-ാം ക്ലാസ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിയുന്നത് വരെയും എൻ്റെ പോത്തൂർ സ്കൂളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നത്. നല്ല മഴയുള്ള സമയത്തൊക്കെ കാലുകൾ കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കൈകൊണ്ട് പുൽനാമ്പിനെയൊക്കെ ഇങ്ങനെ തഴുകി പോകാനൊക്കെ ഒരു പ്രത്യേക രസമാണത്. അന്നൊക്കെ മാനത്ത് കണ്ട് മീനിനെയൊക്കെ നോക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നേ. ഒരു ഹോബി തന്നെയായിരുന്നു. ഇന്ന് പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരൊറ്റ മീനിനെയാണ് കണ്ടത്. അത് ഞാനിന്ന് ആര്യന് കാണിച്ചു കൊടുത്ത്. ആര്യന് അതൊക്കെ ഒരു വലിയ അത്ഭുതം പോലെ എനിക്ക് തോന്നി അതൊക്കെ കണ്ടത്. പഠിച്ച സമയത്ത് ഏകദേശം +2 വരെയും ഞങ്ങൾ ഇതിലേ കൂടി വയലിൽ കൂടി നടന്നാണ് പോകുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും വണ്ടിയും ഒക്കെ ആയില്ലേ. വീണ്ടും മുറ്റത്തുനിന്ന് വണ്ടി കയറും, നേരെ പോയി സ്കൂളിൻ്റെ അവിടെ ഇറങ്ങും. പക്ഷേ ഞങ്ങളുടെ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. പോത്തൂർ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. അടിപൊളിയായിരുന്നു. എല്ലാവരുമായിട്ട് ഈ വയലിൽ കൂടി ഇങ്ങനെ ബഹളം വെച്ച് സംസാരിച്ച്, മഴയൊക്കെ ആകുമ്പോൾ നിറയെ വെള്ളമാണ്. വെള്ളത്തിൽ കാലൊക്കെ ഇട്ടടിച്ച് ഒക്കെ പോകാറുണ്ട്. ഒരു 3:30-ക്ക് സ്കൂൾ വിട്ട് 5 മണിയൊക്കെ ആവും തിരിച്ചെത്തുമ്പോൾ. പക്ഷെ നല്ല രസമായിരുന്നു. ചേച്ചിമാരും നമ്മളെക്കാളും ഇളയ കുട്ടികളും ഒക്കെ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ നിറയെ ഞണ്ട്, നത്തയ്ക്കൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ പക്ഷെ ഞണ്ടിൻ്റെ ഒരു മാളം പോലും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു മാളം കണ്ടുപിടിച്ചേ. ഒന്നല്ല 2. അതിനകത്ത് നല്ലൊരു തടിയൻ ഞണ്ട് ഇരിപ്പുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞണ്ടൊരു മാളത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. അതിനങ്ങ് വലിയ സന്തോഷമായി അതിനെ കണ്ടപ്പോൾ. 10-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴായിരുന്നു അരുൺ എൻ്റെ സ്കൂളിൽ വന്ന് ചേരുന്നത്. പക്ഷെ അന്നൊന്നും ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരുന്ന ആളാണ് അരുണെന്ന്. അന്നൊക്കെ ജസ്റ്റ് നല്ലൊരു ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ. എന്നാൽ ആ ഫ്രണ്ട്ഷിപ്പ് പോലും അധികം നാൾ നീണ്ടു നിന്നിട്ടില്ല. ജസ്റ്റ് 10th കഴിഞ്ഞു, ഹായ് ബൈ പറഞ്ഞ് എല്ലാവരും പിരിയുകയും ചെയ്തു. ഇങ്ങനെ ചേമ്പിലയൊക്കെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കുറേ കാലമായാലും. ഞാനും കുറേ നാളത്തേക്ക് ശേഷം ഇവിടെ ഇങ്ങനെ കുറേ ചേമ്പിലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് അതിനുള്ളിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നത് ആര്യന് കാണിച്ചു കൊടുക്കാൻ. പക്ഷേ മഴയൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തൊരു മഴ പെയ്യുമ്പോൾ വേണം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ ഏറെക്കുറെ കൃഷി ചെയ്യുന്നത് കുട്ടപ്പൂപ്പനാണ് കേട്ടോ. അപ്പൂപ്പനാണ് ഈ ചീരയൊക്കെ നട്ടിക്കുന്നത്. നേരത്തെ കണ്ട കോവൽ, വാഴ, അങ്ങനെ ഒത്തിരി കൃഷി, നെല്ല് വരെ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ലൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുമ്പ് ഒരു 1st സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ പോകുന്ന വഴിയിലൊക്കെ നെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കാണാറേ ഇല്ലായിരുന്നു. അതിനുശേഷം കുറേ കാലങ്ങൾക്കിപ്പുറം ഇപ്പോൾ വീണ്ടും നെല്ലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതൊരിക്കൽ കാണിച്ചു തരാം. ഇത് ചീര കൃഷിയാണ്. ഇത് പല സെക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നല്ല വലുതാണ്, പിന്നെ ചെറുത്, അങ്ങനെ ഓരോ വയലും കഴിയുന്നതനുസരിച്ച് പുതിയ വയലിലുള്ള ചീര വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്തൂടെ പോകുന്ന വയലില്ലേ, വെള്ളം തേവാനൊക്കെ ആയിട്ട് വിട്ടിരിക്കുന്ന, അത് കണ്ടപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുള്ളിൽ ചാടിയിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ. ഈ സമയത്ത് അപ്പോൾ ഇവിടെ കാണുമെന്നാണ് കരുതിയത്. പക്ഷേ കാണാനില്ല. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അപ്പൂപ്പനെയും കാണാം ഇതിൽ. കണ്ടോ, നിറയെ നല്ല റെഡ് കളർ ചീരയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ അവന് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരിടത്തും ഇറങ്ങുന്നില്ലല്ലോ. അപ്പം വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ആദ്യമായിട്ടാണ് ചീരയൊക്കെ നട്ടിക്കുന്നത് കാണുന്നത്. നമ്മൾ കറി വയ്ക്കാനായിട്ടൊക്കെ മേടിക്കുന്ന ഒരു പിടി ചീരയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അത് തിരിച്ച് കയറി നമ്മളിനി കുറച്ചും കൂടി മുന്നോട്ട് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം എൻ്റെ സ്കൂളിൽ പോകുന്ന വഴിയായിരുന്നു. ചെറിയ നടവഴിയായിരുന്നു. ഇപ്പോൾ അത് റോഡാവാനൊക്കെ വേണ്ടിയിട്ട് ഇച്ചിരി വലിയ വഴിയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടപ്പൂനെ കാണണ്ടേ. കുട്ടപ്പൻ വന്നേ, നമ്മൾ കണ്ടുപിടിച്ചു കുട്ടപ്പനെ.
അപ്പം ആര്യന് ചീരയുടെ അകത്തൊക്കെ കയറി നിർത്താം, ഒരു ഫോട്ടോയൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആര്യൻ പോവുകയാണ് കയറാനായിട്ട്. ഈ ചീരയ്ക്ക് അകത്തേക്ക് കയറുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, അതിൻ്റെ ചീരയൊക്കെ ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും. അപ്പോൾ അപ്പൂവൻ പറഞ്ഞു അത് പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് ചവിട്ടിക്കൊണ്ട് ചരിഞ്ഞു പോയാലും അതങ്ങ് നൂന്ന് വന്നോളും, ജസ്റ്റ് നോക്കി കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ് അപ്പൂൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ചീരയുടെ ഇടയിൽ കൂടിയൊക്കെ നടക്കാൻ നല്ല രസമല്ലേ. ചീര മാത്രമല്ല, ചീനിക്കിഴങ്ങ്, അതുപോലെ പപ്പായ, അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ നാടിനും അതുപോലെ കുറച്ചൊക്കെ നമ്മുടെ നെടുമങ്ങാട് മാർക്കറ്റിലേക്കൊക്കെ ആവശ്യമായ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ കണ്ണു മുന്നിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അവർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതിയെ വരുവാണേ. ആരും ഇത്ര ശ്രദ്ധയോടെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല. പക്ഷേ അവൻ ഇറങ്ങി വന്ന് അത് പോരാന്ന് പറഞ്ഞിട്ട് അടുത്ത് ചേർന്നിട്ടുള്ള വേറൊരു പണയിലും കൂടി കയറി ഫോട്ടോ എടുക്കാനായിട്ട്. അവിടെ നിന്ന് നോക്കിയാൽ നല്ല വലുതായിട്ട് ചീരയില പാടം മുഴുവനും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ. ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അവിടെ എന്താണ് നട്ടിക്കുന്നത് എന്നൊക്കെ, അതെന്നാണ് വിളവെടുക്കാറാവുന്നത്. ഇത് ചീനിവള്ളിയാണ് നട്ടിക്കുന്നത്. ചീനിക്കിഴങ്ങില്ലേ, നമ്മൾ നല്ല മധുരമുള്ള മധുരക്കിഴങ്ങ്, അതാണ് നട്ടിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നല്ല റെഡ് കളറിലല്ലേ കിടക്കുന്നത്. കുറച്ച് ചീര അപ്പോൾ നമുക്ക് തരാമെന്നും പറഞ്ഞിട്ട് പിഴുതെടുക്കുകയാണേ. ഈ പണയിലെ ചീര പിഴുത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് രാവിലെയും വൈകിട്ടും ഒക്കെ ഇടയ്ക്ക് ആവശ്യക്കാർക്കും അല്ലാതെ മാർക്കറ്റിലേക്ക് ഡയറക്റ്റൊക്കെ പിഴുത് ഇവിടുന്ന് കൊടുക്കാറുണ്ട്. എന്നിട്ട് അവിടുന്ന് തന്നെ ഒരു വള്ളി എടുത്ത് കെട്ടി ആര്യൻ്റെ കൊടുത്തു. ആര്യൻ എങ്ങനെ വയ്ക്കണമെന്ന് അറിയാതെ ഇങ്ങനെ വച്ചുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ പിന്നെ ചീരയും അതുപോലെ പപ്പായയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഞാൻ നടന്ന ഈ വഴികളിലൂടെയൊക്കെ എനിക്ക് ആര്യനെ നടത്തിയപ്പോൾ എന്തെന്നില്ലാതെ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എന്നുവെച്ചാൽ ആര്യന് എല്ലാം അത്ഭുതമായിരുന്നു. നമുക്കിതെല്ലാം നോർമലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആര്യൻ്റെ ഈ തലമുറയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കരമായ അത്ഭുതമാണ് അവന് തോന്നിക്കൊണ്ടിരുന്നത്.